അപ്പോൾ നമ്മൾ ഇന്നൊരു പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ് നോക്കാനായിട്ട് പോകുന്നത്. നല്ല സ്പോഞ്ച് പോലെ ഇരിക്കുന്ന നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു പ്ലം കേക്കാണ് കേട്ടോ. നമ്മുടെ വീട്ടിലൊക്കെ സാധാരണ എപ്പോഴും ഉണ്ടാകുന്ന ചേരുവകളൊക്കെ വെച്ചിട്ടാണ് ഞാനത് ചെയ്തിട്ടുള്ളത്. കേക്ക് ഉണ്ടാക്കാൻ ഞാൻ വലിയ എക്സ്പേർട്ടും ഒന്നുമല്ല, അതുകൊണ്ട് തന്നെ 1-2 മിസ്റ്റേക്കുകൾ എനിക്ക് വന്നിട്ടുമുണ്ട്. അപ്പോൾ അതെല്ലാം കൃത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം. അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി കേക്ക് നമുക്ക് വീട്ടിലുണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ എല്ലാത്തിൻ്റെയും കൃത്യമായിട്ടുള്ള അളവുകളെല്ലാം പറഞ്ഞു തരാം. അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങൾ വീട്ടിലങ്ങ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. അപ്പോൾ ഞാനിവിടെ ഇതുപോലെ 250 ml മെഷർമെൻറ്റ് കപ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ ഒരു കപ്പ് ഇല്ല എങ്കിൽ നമ്മൾ സാധാരണ വീട്ടിലെടുക്കുന്ന ഗ്ലാസ് ഉണ്ടല്ലോ, ഇതുപോലെയൊക്കെയുള്ള ഗ്ലാസ് എടുത്താലും മതി. ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ താഴ്ഭാഗവും മുകൾ ഭാഗവും ഒരുപോലെ ഇരിക്കുന്ന ഗ്ലാസ് എടുക്കുന്നതാണ് നല്ലത് കേട്ടോ. അല്ലെങ്കിൽ താഴ്ഭാഗം ഇച്ചിരി ചെറുതാണെങ്കിൽ അതിൻ്റെ അളവ് വ്യത്യാസം ഉണ്ടാവുമല്ലോ. ആദ്യം തന്നെ നമുക്ക് ഇച്ചിരി പഞ്ചസാര ഒന്ന് പൊടിച്ച് മാറ്റി വയ്ക്കാം. നമ്മൾ എടുത്തിരിക്കുന്ന കപ്പിൽ 1/2 കപ്പ് പഞ്ചസാര ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നല്ല ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഈ പഞ്ചസാര നമുക്ക് പിന്നീട് ആവശ്യമായിട്ടുള്ളതാണ് കേട്ടോ, ഇപ്പോൾ വേണ്ട. പക്ഷേ ആദ്യം തന്നെ ഒന്ന് പൊടിച്ച് മാറ്റാം. അപ്പോൾ അതിനൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതേ ജാറിലേക്ക് 2 ടേബിൾ സ്പൂൺ ഗ്രാമ്പു ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മെയിനായിട്ടുള്ള ഫ്ലേവറിന് ഗ്രാമ്പുവാണ്, ഗ്രാമ്പുവിൻ്റെ പൊടിയാണ്. അതൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഞാനിത് പൊടിക്കാൻ നേരത്തെ ഒരു 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ടിട്ടാണ് പൊടിച്ചെടുത്തിട്ടുള്ളത്. അത് പൊടിക്കാനുള്ളൊരു എളുപ്പത്തിന് വേണ്ടി പൊടിച്ചെടുത്തതേ ഉള്ളൂ. നല്ല ഫൈനായിട്ടൊന്നും നമുക്ക് പൊടിഞ്ഞ് കിട്ടില്ല, ഇതുപോലെ തരിതരിയായിട്ടാണ് കിട്ടുക കേട്ടോ. ഇത് മുഴുവനോടൊന്നും നമുക്ക് വേണ്ട, എന്നാലും പൊടിക്കാനുള്ളൊരു എളുപ്പത്തിനാണ് ഞാൻ 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഒരു ഫ്ലേവർ എന്ന് പറയുന്നത്. ഇതൊന്ന് നീക്കി വയ്ക്കാം. ഇനി നമുക്ക് വേണ്ടത് ഓറഞ്ചിൻ്റെ തൊലിയാണ്. ഇത് ഓപ്ഷണലാണ്, നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ എടുക്കാം. ഒരു ഓറഞ്ചിൻ്റെ തൊലിയാണ് എടുത്തിട്ടുള്ളത്. തൊലി എടുക്കുമ്പോൾ ആ വെള്ള ഭാഗം വരാണ്ട് പുറം ഭാഗം വളരെ നൈസായിട്ട് ഇതുപോലെ ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. വളരെ നൈസായിട്ട് എടുക്കണേ, ആ വെള്ള ഭാഗം വരരുത് കേട്ടോ. വെള്ള ഭാഗം വന്നാൽ നമ്മളത് കയ്പുണ്ടാവും. ഇതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഇതും കൂടി ചേർക്കുമ്പോഴാണ് ആ പ്ലം കേക്കിൻ്റെ യഥാർത്ഥ രുചി വരുന്നത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. നമ്മുടെ പ്ലം കേക്കിൻ്റെ കളർ നമുക്കറിയാലോ, ഇങ്ങനെ പഞ്ചസാര കാരമലൈസ് ചെയ്ത് എടുക്കുന്നതാണ്. അപ്പോൾ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കണം. ഒരു ലോ മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് തന്നെ ഇതിങ്ങനെ പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായിട്ട് വരും. പഞ്ചസാര ഒന്ന് അലിഞ്ഞ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ തീ നന്നായിട്ട് കുറച്ച് വെച്ച് ഇതുപോലെ ഇളക്കി അതിൻ്റെ കളറൊന്ന് മാറ്റിയെടുക്കാം. ആദ്യം ഒരു ലൈറ്റ് ഗോൾഡൻ കളറിലേക്ക് വരും, പിന്നീട് കുറച്ചും കൂടി കളറായി വരുന്നത് വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. അതങ്ങ് കരിഞ്ഞു പോകരുത്. ഇതാണ് അതിൻ്റെ ഒരു കളറെന്ന് പറയുന്നത്, കേക്കിൻ്റെ കളറെന്ന് പറയുന്നത്. ഈ ഒരു രീതിയിൽ നല്ലൊരു ഗോൾഡൻ കളറിലായി വരുന്നത് വരെ, നല്ല ഗോൾഡൻ ബ്രൗൺ നിറത്തിലായി വരുന്നത് വരെ ഇത് ഇളക്കി കൊടുക്കണം. കരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മുടെ കേക്കിന് ആ ഒരു കരിഞ്ഞൊരു ടേസ്റ്റ് വരെ. ഒരു കാര്യം പറയാനുള്ളത്, നമ്മളിത് ചെയ്യാൻ നേരത്ത് ചിലപ്പോഴൊക്കെ എനിക്ക് അതുകൊണ്ടാണ് പറയാമെന്ന് വിചാരിച്ചത്, നമ്മളിതിങ്ങനെ ചെയ്യുമ്പോൾ ആ ഒരു പഞ്ചസാര ചിലപ്പോൾ കട്ടയായിട്ട് വരുന്നത് കാണാം. എല്ലാവർക്കും അങ്ങനെ വരണമെന്നില്ല, നമ്മൾ തീയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നതിൽ വരുന്നതാണ്. അപ്പോൾ അങ്ങനെ കട്ടയായിട്ട് വരികയാണെങ്കിൽ പേടിക്കുകയൊന്നും വേണ്ട. അനക്കാതെ ലോ ഫ്ലെയിമിൽ കുറച്ച് സമയം കൂടി ഇട്ട് കഴിഞ്ഞാൽ ആ കട്ട പിടിച്ച പഞ്ചസാര തന്നെ മെൽറ്റായി വന്നോളൂ കേട്ടോ. അപ്പോൾ അത് ടെൻഷൻ അടിക്കേണ്ട. അത് അങ്ങനെ വന്നാൽ പേടിക്കാതിരിക്കാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ കളറൊക്കെ നല്ല ഡാർക്കായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. 1 കപ്പ് വെള്ളം മുഴുവനോടെ ഒഴിക്കരുത്. തീ നന്നായിട്ട് കുറച്ച് വെച്ച ശേഷം ആദ്യം ഒരു 1/2 കപ്പ് ഒഴിക്കുക. വെള്ളം ഒഴിക്കുമ്പോൾ അതിങ്ങനെ പൊട്ടിത്തെറിക്കാനായിട്ട് സാധ്യതയുണ്ട്, അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് ഒഴിക്കണം കേട്ടോ. ആദ്യം ഒരു 1/2 കപ്പ് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം ബാക്കിയുള്ള 1/2 കപ്പ് ഒഴിച്ചാൽ മതി. രണ്ടാമത് ഒഴിക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. ആദ്യത്തെ ഒരു പ്രാവശ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പകുതി ഒഴിച്ചിട്ട് ഇളക്കിയാൽ മതി കേട്ടോ. അപ്പം ഇത് നമ്മളിങ്ങനെ നല്ല ചൂട് ഉള്ളതിലേക്കല്ലേ ഈ പച്ചവെള്ളം ഒഴിക്കുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ പഞ്ചസാര കാരമലൈസ് ചെയ്ത് കട്ടയായിട്ടിരിക്കുന്നത്. കുഴപ്പമൊന്നുമില്ല. അതൊന്ന് മൊത്തത്തിൽ ആ വെള്ളവും കൂടി ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ ഈ കട്ടയൊക്കെ അങ്ങ് മെൽറ്റായി വന്നോളൂ കേട്ടോ. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ആ കട്ടയൊക്കെ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്, കണ്ടല്ലോ. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. ഞാനിവിടെ 1/2 കപ്പ് കറുത്ത മുന്തിരി എടുത്തിട്ടുണ്ട്. കുരു ഇല്ലാത്ത മുന്തിരി നോക്കി വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കണേ. അതല്ലെങ്കിൽ നമ്മൾ കേക്ക് കഴിക്കാൻ നേരത്തെ അതിങ്ങനെ കുരു കടിക്കുമല്ലോ, അത്രയും നല്ലതല്ല. അപ്പോൾ കുരു ഇല്ലാത്ത 1/2 കപ്പ് കറുത്ത മുന്തിരി ചേർക്കാം. ഇതിലേക്ക് ഒരു 5-6 ഡേറ്റ്സ് കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട്. ഓപ്ഷനാണ്, നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർക്കാം. അതുപോലെ തന്നെ ഒരു 1/4 കപ്പ് ടൂട്ടി ഫ്രൂട്ടിയും കൂടി ചേർത്തിട്ടുണ്ട്. അത് ഓപ്ഷനാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ വേണ്ടത് കറുത്ത മുന്തിരിയാണ്. നിങ്ങളുടെ കയ്യിൽ മറ്റു രണ്ടും ഇല്ല എങ്കിൽ കറുത്ത മുന്തിരി ഇത്തിരി കൂടുതലിട്ടാലും മതി കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി ഇതൊന്ന് തിളപ്പിച്ച് കുറുക്കിയെടുക്കണം. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് 1-2 മിസ്റ്റേക്ക് ഇതിൽ പറ്റിയിട്ടുണ്ടെന്ന്. അപ്പം അതിലൊന്ന് ഇവിടെയാണ്. ഇത് നന്നായിട്ട് തിളച്ച് ഒന്ന് കുറുകി വരണം. ഞാനിതൊരു 3 മിനിറ്റ് സമയമാണ് നമ്മൾ നന്നായിട്ടൊരു ഹൈ ഫ്ലെയിമിലിട്ട് തിളപ്പിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കുറച്ചും കൂടി കുറുകാനുണ്ടായിരുന്നു. അപ്പം അതായത് നിങ്ങൾ തിളപ്പിക്കുമ്പോൾ ഒരു 6 മിനിറ്റ് സമയം ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചോളൂ കേട്ടോ.
ഒരു കൂട്ട് നന്നായിട്ട് തണുത്ത ശേഷമാണ് നമുക്ക് കേക്കിന് മറ്റു കാര്യങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഈ ഒരു സമയത്ത് നമ്മൾ ആദ്യം പൊടിച്ചെടുത്തിട്ടുള്ള ആ ഗ്രാമ്പു ഉണ്ടല്ലോ, അതിൽ നിന്ന് ഒരു നുള്ള് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. 1-2 നുള്ള് ഇട്ടാലും കുഴപ്പമില്ല. നമ്മൾ പഞ്ചസാരയും കൂടി ഇട്ട് പൊടിച്ചതുകൊണ്ട് ഇച്ചിരിയും കൂടി കൂടുതൽ ഇട്ടുകൊണ്ട് കുഴപ്പമില്ല. നിങ്ങൾക്ക് നേരെ നിങ്ങൾ പൊടി കടയിൽ നിന്നൊക്കെ വാങ്ങിച്ചിട്ടുള്ള പൊടിയാണെങ്കിൽ ഒരു നുള്ള് തന്നെ ചേർത്താൽ മതി കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് തീ അങ്ങ് ഓഫാക്കിയിടാം. ഇത് നന്നായിട്ട് തണുക്കണം. അതിന് ശേഷമാണ് മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു കൂട്ടിനെ വേറൊരു പാത്രത്തിലേക്ക് ഒന്ന് ഒഴിച്ചു വെക്കുന്നുണ്ട്. ഇതിവിടെ ഇരുന്ന് കുറച്ചും കൂടി ഒന്ന് തിക്കായി വരും. എന്നാലും എനിക്ക് ഈ ഒരു കൂട്ട് ഇച്ചിരി ലൂസാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഞാൻ 3 മിനിറ്റ് തിളപ്പിച്ചത്, നിങ്ങളൊരു 6 മിനിറ്റ് തിളപ്പിക്കണം കേട്ടോ. ഇത് കുഴപ്പമൊന്നുമില്ല, ലൂസായി പോയാലും പിന്നീട് നമ്മൾ അവസാനം ഇച്ചിരി മൈദ ഇച്ചിരി കൂടുതൽ ചേർക്കണമെന്നേ ഉള്ളൂ. ഞാനത് ശ്രദ്ധിച്ചില്ല ആ സമയത്ത്. അപ്പോൾ ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ പൊടികളൊക്കെ ഒന്ന് അരിച്ച് വയ്ക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് ഒരു അരിപ്പയിലൂടെ 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ സോഡാപ്പൊടിയും ബേക്കിംഗ് സോഡയും അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതി 1/8 എന്ന് പറയില്ല അത്രയും ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. ഈ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമ്മളൊരു 2-3 പ്രാവശ്യം ഒന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് ഒന്ന് അരിച്ചെടുക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോഴാണ് ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ ഒഴിവാക്കരുത്. ഒരു 2 പ്രാവശ്യമെങ്കിലും ചുരുങ്ങിയത് അങ്ങോട്ടും ഇങ്ങോട്ടും പൊടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ആ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഉപ്പൊക്കെ ഈ മൈദയും എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ എത്തും. അപ്പോൾ ഇതൊന്ന് നീക്കി വെക്കാം കേട്ടോ. അടുത്തതായിട്ട് നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കാം. മിക്സിയുടെ ജാറൊക്കെ എടുക്കുമ്പോൾ ഒട്ടും നനവില്ലാതിരിക്കാനായിട്ടൊന്ന് ശ്രദ്ധിച്ചേക്കണേ. നനവൊന്നും ഉണ്ടാവാൻ പാടില്ല. അതുപോലെ തന്നെ മുട്ട എടുക്കുമ്പോഴും നല്ല റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അതിലേക്ക് നമുക്ക് 2 മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിക്കാം. കൂടെ വാനില എസൻസ് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ വാനില എസൻസും എടുക്കുമ്പോഴാണെങ്കിലും നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ആ ഒരു റൂം ടെമ്പറേച്ചറിൽ വന്ന ശേഷം വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് കേട്ടോ. നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഹൈയിലിട്ട് തന്നെ ഒരു 15 സെക്കൻഡ് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മളിതാ മുട്ടയും വാനില എസൻസും കൂടി നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നമ്മൾ ആദ്യം പൊടിച്ചെടുത്തിരിക്കുന്ന പഞ്ചസാരയുണ്ടല്ലോ, ആ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതും നമുക്ക് ഹൈയിലിട്ട് തന്നെ ഒരു 15 സെക്കൻഡോളം നമുക്കൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മുട്ടയും പഞ്ചസാരയും വാനില എസൻസ് നന്നായിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഓയിലാണ്. ഒരു 1/2 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇതും കൂടി ഒന്ന് അടിച്ചെടുക്കണം. ലോയിലിട്ടിട്ട് ഒരു 10 സെക്കൻഡ് ഒന്ന് കറക്കി എടുത്താൽ മാത്രം മതി. അപ്പോൾ ഈ ഒരു കൂട്ടും ഒന്ന് നീക്കി വയ്ക്കാം. ഇനി നമുക്ക് കേക്ക് ബേക്ക് ചെയ്യാനുള്ള ആ മോൾഡ് ഒന്ന് കുറച്ച് ഓയിലൊക്കെ തടവി എടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു കേക്കിൻ്റെ മോൾഡാണ് എടുത്തിട്ടുള്ളത്. ഇനി നന്നായിട്ട് എല്ലാ സൈഡിലും ആ സൺഫ്ലവർ ഓയിൽ ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഞാനിതിലേക്ക് ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട്. ബട്ടർ പേപ്പർ അല്ല കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്, നമ്മുടെ സ്കൂളിലെ നോട്ട്ബുക്കില്ലേ, വരയില്ലാത്ത നോട്ട്ബുക്കാണ് എടുത്തിട്ടുള്ളത്. ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ അത് വയ്ക്കുക. അപ്പോൾ എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് ഞാൻ ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്ത് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ആ ഓയിലൊക്കെ തേച്ച് എടുത്തിട്ടുള്ളതാണ്. നമ്മൾ പ്ലം കേക്ക് ചെയ്യുമ്പോൾ എപ്പോഴും ഇതുപോലെ പേപ്പർ വെക്കണം. അതല്ലെങ്കിൽ അതിങ്ങനെ പോരെ വിടിയിച്ച് നമുക്ക് കേക്ക് എടുക്കാനായിട്ട് പ്രയാസമായിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിതുപോലെ നോട്ട്ബുക്കിൻ്റെ പേജാണ് കീറി വെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ അത് വയ്ക്കുക. അപ്പോൾ ഇതൊന്ന് നീക്കി വയ്ക്കാം. അപ്പോൾ നമ്മൾ ആദ്യം തയ്യാറാക്കിയിട്ടുള്ള ഒരു കൂട്ട് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. തൊട്ട് നോക്കുമ്പോൾ നമ്മുടെ റൂം ടെമ്പറേച്ചറിൽ തന്നെ ആവണം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഇതുപോലെ എനിക്ക് കുറച്ചും കൂടി ഒന്ന് തിക്കായിട്ടാണ് വരേണ്ടത്. ഇപ്പോൾ ലൂസായിട്ടായിരിക്കുന്നത്, കുഴപ്പമില്ല. എനിക്ക് അങ്ങനെ വന്നു. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് ഒരു 6 മിനിറ്റ് തിളപ്പിക്കുമ്പോൾ ഇച്ചിരി കൂടി തിക്കായിട്ട് വരും കേട്ടോ. ഇനി നമ്മളിതിലേക്ക് മുട്ട അടിച്ചെടുത്തിട്ടില്ലേ, ആ ഒരു കൂട്ട് ഇങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇനി കേക്കിന് കുറേ കാര്യങ്ങളൊന്നും ചെയ്യാനില്ല. എല്ലാം കൂടി ഇളക്കി നമ്മളൊന്ന് ബേക്ക് ചെയ്യാൻ വയ്ക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ആ മുട്ടയുടെ കൂട്ടും കാരമലൈസ് ചെയ്ത സിറപ്പിൻ്റെ കൂട്ടും ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി. ഇനി നമ്മൾ ആദ്യം പൊടിച്ച് വെച്ചിരിക്കുന്ന ആ ഗ്രാമ്പൂ ഉണ്ടല്ലോ, അതിൽ നിന്ന് 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. പഞ്ചസാരയും കൂടി ചേർത്ത് പൊടി ആയതുകൊണ്ടാണ് 1 ടീസ്പൂൺ ചേർക്കുന്നത്. നിങ്ങൾ നേരെ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പൊടി നേരിട്ട് നമ്മൾ ഗ്രാമ്പൂ പൊടി വാങ്ങിക്കില്ല, അങ്ങനെ കിട്ടുകയാണെങ്കിൽ ഒരു 1/4 ടീസ്പൂണൊക്കെ ചേർത്താൽ മതി കേട്ടോ. അതിൻ്റെ ഫ്ലേവർ നോക്കിയിട്ട് ചേർക്കുക, കൂടുതലായിട്ട് പോകണ്ട. ഇനി നമുക്ക് നമ്മൾ അരിച്ച് മാറ്റി വെച്ചിരിക്കുന്ന മൈദയും ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയിട്ടുള്ള ഒരു കൂട്ടുണ്ടല്ലോ, അതിട്ട് കൊടുക്കണം. അത് മുഴുവനോടെ ചേർക്കരുത്. ഒരു 2-3 പ്രാവശ്യമായിട്ട് കുറേശ്ശെ ഇട്ട് കൊടുത്താൽ മതി.
ഒരു കാര്യം വിട്ടുപോയിട്ടുണ്ട്. ഞാൻ നേരത്തെ ഗ്രാമ്പൂവിൻ്റെ പൊടി ചേർത്തില്ല. ആ സമയത്ത് തന്നെ നമ്മുടെ നാരങ്ങയുടെ തൊലിയും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ മിസ്സായി പോയതാണ് കേട്ടോ. അപ്പം നിങ്ങൾ ആ സമയത്ത് നാരങ്ങയുടെ തൊലിയും കൂടി ചേർത്ത് ഇളക്കാനായിട്ട് ശ്രദ്ധിച്ചേക്കണേ. അപ്പോൾ അത് ഉണ്ടെങ്കിൽ ചേർക്കാം. ഇനി പൊടി നമ്മൾ 2 പ്രാവശ്യം ആദ്യം ഇട്ട് കൊടുത്തു. ബാക്കിയുള്ള കുറച്ച് പൊടിയിൽ കുറച്ച് കാഷ്നട്ട്, ഒരു പിടി കാഷ്നട്ട് എടുത്തിട്ട് തിരിച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല. അത് ഇതുപോലെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മൾ ഈ കേക്കിൻ്റെ അടിയിലോട്ട് ഈ കാഷ്നട്ടൊക്കെ താന്നു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. പതുക്കെ ഇളക്കി കൊടുത്താൽ മതി. ഇനി നമുക്കിതിനെ നമ്മുടെ കേക്കിൻ്റെ മോൾഡിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇത് കണ്ടല്ലോ, അത് ഇച്ചിരി ലൂസായിട്ടാണ് എനിക്ക് ഈ ഒരു ബാറ്റർ വന്നിട്ടുള്ളത്. അപ്പം നിങ്ങൾ ആ ഒരു സിറപ്പ് കുറച്ചൊന്ന് തിക്കാക്കി എടുക്കുമ്പോൾ നല്ല തിക്കായിട്ട് കിട്ടും കേട്ടോ. ഇനി ഇതിനൊന്ന് ഇതിൻ്റെ ഉള്ളിൽ നല്ല എയർ ബബിൾസൊക്കെ ഉണ്ടോന്ന് റിലീസ് ആവാൻ വേണ്ടിയിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് സ്റ്റിക്ക് വെച്ചിട്ട് ഒന്ന് ഈ ഒരു രീതിയിലൊന്ന് ആക്കി കൊടുക്കുക. കൂടെ തന്നെ ഒന്ന് ടാപ്പ് ചെയ്തും കൂടി കൊടുക്കുക. ബാറ്ററി ലൂസായെന്ന് വെച്ചിട്ട് വേറെ കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റിന് വ്യത്യാസമൊന്നും വരില്ല. പക്ഷേ നമ്മുടെ ഒരു മുന്തിരി ഉണ്ടല്ലോ, കറുത്ത മുന്തിരി, അതങ്ങ് അടിയിലോട്ട് പോകും. അതാണ് ഒരു കുഴപ്പം. നിങ്ങൾ ചെയ്യാൻ നേരത്തെ ബാറ്ററി ലൂസായിട്ടാണ്, നല്ല തിക്കായിട്ടാണ് ആ ബാറ്ററി ഇരിക്കേണ്ടത്. ലൂസായിട്ടാണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഇച്ചിരി മൈദപ്പൊടിയും, ഒരു 1/4 കപ്പ് മൈദപ്പൊടിയും 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്ത് ബാറ്ററി അങ്ങ് തിക്കായിട്ട് കിട്ടിക്കോളും, കുഴപ്പമൊന്നുമില്ല. ഞാനിതിൻ്റെ മുകളിലേക്ക് കുറച്ച് കറുത്ത മുന്തിരിയും അണ്ടിപ്പരിപ്പൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷേ ലൂസ് ആയതുകൊണ്ട് താഴത്തേക്ക് പോവും. നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പം ഞാനിവിടെ ഒരു അലുമിനിയം പാത്രത്തിൽ ഒരു തട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ട് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് ഇതൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ ഈ പാത്രത്തിൽ നനവൊന്നും ഇല്ലാതിരിക്കുക ഒന്നും ശ്രദ്ധിച്ചേക്കണേ. നനവോ പ്രത്യേകിച്ച് അഴുക്കൊന്നും ഇല്ലാതിരിക്കാൻ ശ്രദ്ധിച്ചേക്കണേ. അതിലേക്ക് ഇതുപോലെ ഒരു പ്ലേറ്റ് ഇത് വെച്ച് കൊടുത്ത ശേഷം നമ്മളുടെ ഒരു കേക്കിൻ്റെ മോൾഡ് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് അടച്ച് വെച്ച് ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇത് ബേക്ക് ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഈ ഒരു പ്ലം കേക്ക് ആകുമ്പം കുറച്ച് സമയം കൂടുതലെടുക്കും. മറ്റു കേക്കുകൾ ഒരു അരമണിക്കൂർ മതിയല്ലോ, ഇതിന് ഏകദേശം 1 മണിക്കൂർ വേണ്ടി വരും. ഇതുപോലെ എന്തെങ്കിലും ഹോട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അടച്ച് വെച്ചേക്കണേ. നമ്മളിത് ബേക്ക് ചെയ്തെടുക്കേണ്ടത് ആദ്യത്തെ ഒരു 45 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ ബേക്ക് ചെയ്യാം. അതിനുശേഷം ഒരു തീ നന്നായിട്ട് കുറച്ച് വെച്ച് ഒരു 15 മിനിറ്റും കൂടി ബേക്ക് ചെയ്തെടുക്കണം. അങ്ങനെ 1 മണിക്കൂർ കൊണ്ടാണ് നമ്മുടെ ഈ ഒരു കേക്ക് നന്നായിട്ട് ബേക്കായിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ കറക്റ്റ് 1 മണിക്കൂറായിട്ടുണ്ട്. നമ്മുടെ കേക്കൊക്കെ നന്നായിട്ട് തന്നെ ബേക്കായി വന്നിട്ടുണ്ട്. നമ്മളൊരു സ്റ്റിക്ക് വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കാം. 2-3 സ്ഥലത്ത് ഒരുപോലെ ഒന്ന് കുത്തി നോക്കാം. പ്രത്യേകിച്ച് നടുഭാഗത്തൊക്കെ ഒന്ന് കുത്തി നോക്കുമ്പം അതിലൊട്ടിയൊന്നും പിടിച്ചിട്ടില്ലെങ്കിൽ നന്നായിട്ട് തന്നെ ബേക്കായിട്ടുണ്ട്. ഒട്ടി പിടിക്കുന്നുണ്ടെങ്കിൽ അടച്ച് വെച്ച് വീണ്ടും ഒരു 5-10 മിനിറ്റും കൂടി ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി. അത് പെട്ടെന്ന് തന്നെ ആയി കിട്ടും. പിന്നീട് ഇത് പുറത്തെടുത്ത് വെച്ചിട്ട് നന്നായിട്ട് തണുത്ത ശേഷം മാത്രമാണ് നമ്മൾ മോൾഡിൽ നിന്ന് വിടിയിച്ചെടുക്കേണ്ടത് കേട്ടോ. പ്ലം കേക്കിൻ്റെ ഒരു പ്രത്യേകത നമുക്കറിയാം. പ്ലം കേക്ക് എന്നല്ല, എല്ലാ കേക്കും അങ്ങനെ, പ്രത്യേകിച്ച് പ്ലം കേക്കൊക്കെ നമ്മൾ ഇന്ന് ഉണ്ടാക്കി ഒരു 2 ദിവസം കഴിഞ്ഞ് കഴിക്കുമ്പോഴാണ് കറക്റ്റ് അതിൻ്റെ ടേസ്റ്റ് കിട്ടുക. അതിന് മുൻപൊന്നും കഴിച്ചാൽ ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചേക്കണേ. ഇതിപ്പം 1 ദിവസം കഴിഞ്ഞ് ഞാൻ ഉണ്ടാക്കി പിറ്റേ ദിവസം നന്നായിട്ട് തണുത്തു, പിറ്റേ ദിവസമാണ് ഞാനതൊന്ന് കേക്കിൽ നിന്ന് മോൾഡിൽ നിന്നൊന്ന് വിടിയിച്ചെടുക്കുന്നത്. കണ്ടല്ലോ, നമ്മുടെ ആ ഒരു മിസ്റ്റേക്കിൽ ബാറ്ററി ലൂസ് ആയതുകൊണ്ട് നമ്മുടെ മുന്തിരിയൊക്കെ അടിയിൽ വന്നിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, കേക്ക് ഉണ്ടാക്കുന്നതിൽ വലിയ എക്സ്പേർട്ടൊന്നുമില്ല. പക്ഷേ ഇത് നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഉണ്ടാക്കിക്കോളൂ. നല്ല ടേസ്റ്റാണ്. നല്ല ടേസ്റ്റ് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര രുചിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അത് പറഞ്ഞതുപോലെ തന്നെ 2 ദിവസം കഴിഞ്ഞിട്ട് വേണം ഇത് കഴിക്കാനായിട്ട് കേട്ടോ. നല്ല സ്പോഞ്ച് പോലെ തന്നെ വന്നിട്ടുണ്ട്. കഴിക്കാനും നല്ല ടേസ്റ്റാണ്. കട്ട് ചെയ്ത് വയ്ക്കുമ്പോൾ അറിയൊന്നുമില്ല കേട്ടോ. കണ്ടല്ലോ, അടിപൊളിയല്ലേ, കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ. അപ്പോൾ കൂട്ടുകാരെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇച്ചിരി ലെങ്ത്ത് കൂടിയിട്ടുണ്ട്, സോറി കേട്ടോ. അത് ഇച്ചിരി ഇങ്ങനെ കൂടുതൽ പറഞ്ഞതുകൊണ്ടാണ്. കണ്ടല്ലോ, ഉള്ളൊക്കെ നല്ല സ്പോഞ്ച് പോലെ ഇരിക്കുന്നത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കില്ല കേട്ടോ. താങ്ക് യു.